ധൃതിയിൽ അവൾ ജനലരികിലേക്ക് നടന്നു. ചുവന്ന പട്ട്. ഇത് ഇതൊരു പുടവയല്ലേ? ഇതെങ്ങനെ ഇവിടെ? അവളത് സ്വയം ചോദിച്ചു. ശേഷം വൈഷ്ണവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തും അത്ഭുതവും അതിനേക്കാളേറെ ഉത്കണ്ഠയും നിറഞ്ഞു. അവൾ പതിയെ കർട്ടൻ വകഞ്ഞു മാറ്റി. തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് മിഴിയൂന്നി. പൊടുന്നനെയായിരുന്നു കർട്ടന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 2 ബിയർ കുപ്പികൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചേച്ചി ബിയർ കഴിക്കാറുണ്ടായിരുന്നു. ചേച്ചിയുടെ കഴുത്തിലെ താലിയും ഈ പുടവയും ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ. അതും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വിഘ്നേഷിനെ നോക്കി. അവൻ്റെ മുഖത്തെവിടെയോ ഒരു നഷ്ടബോധത്തിൻ്റെ നിഴൽ വീണതുപോലെ അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ബാക്കി പറയാൻ വന്നത് അത്രയും അവൾ മനസ്സിൽ തന്നെ ഒതുക്കി. ഇനിയൊരു പക്ഷേ ബിയർ കഴിച്ച് അബോധാവസ്ഥയിലായപ്പോൾ രാത്രി പെട്ടെന്നൊരു ബുദ്ധിമോശം കാട്ടിയതാകുമോ? വിഘ്നേഷിൻ്റെ ചിന്തകൾ കലങ്ങി മറിഞ്ഞു. പക്ഷേ ഈ താലിയും പുടവയും ആരായിരിക്കും അത് രാത്രിക്ക് നൽകിയത്? അതൊരു വലിയ ചോദ്യമല്ലേ? ആരും കൊടുക്കാതെ അവൾ ഒരിക്കലും അതിവിടെ സൂക്ഷിക്കില്ലല്ലോ. ഋതികയ്ക്ക് നേരെ ആ ചോദ്യമറിഞ്ഞത് വിഘ്നേഷായിരുന്നു. അതെ ഡോക്ടർ, നമുക്കാർക്കും ഒരിക്കലും ഊഹിച്ചെടുക്കാൻ കഴിയാത്ത, എന്നാൽ താത്രേച്ചിക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന് ഇതിന് പിന്നിലുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന്. അതെന്താണെന്ന് അറിയണമെങ്കിൽ താത്രി തന്നെ വിചാരിക്കണം. ഡോക്ടറുടെ ആ വാചകങ്ങൾക്ക് മറുപടി ഒരു മൂളലിൽ ഒതുക്കിക്കൊണ്ട് ഋതിക മുറിവിട്ടിറങ്ങി. പിന്നാലെ വിഘ്നേഷും. എനിവേ, ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം. മറുപടി ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. നടുക്കടലിൽ ദിശയറിയാതെ നിൽക്കുന്ന ഒരു കപ്പിത്താനെ പോലെ ഋതിക ആ നിൽപ്പ് തുടർന്നു. ഏതു ദിശയിലേക്ക് സഞ്ചരിക്കണമെന്നോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ അവൾക്കൊരു നിശ്ചയമില്ലായിരുന്നു. അവൾ പതിയെ മുറ്റത്തേക്കിറങ്ങി. വാരത്തെ മുറ്റം ഒരുപാട് വലുതാണ്. അതിനോട് ചേർന്നിരിക്കുന്ന പറമ്പും അവിടെ അതിരില്ലാതെ നിൽക്കുന്ന ആഞ്ഞിലി മരങ്ങളും തിങ്ങി നിറഞ്ഞ മരച്ചിലകൾക്കിടയിലൂടി ഇടയ്ക്കിടയ്ക്ക് കിനിഞ്ഞിറങ്ങുന്ന മഞ്ഞ വെയിൽ, മരച്ചിലകൾ തീർത്ത തണലിൽ മഞ്ഞപ്പൊട്ടുകൾ പോലെ കാണപ്പെടും. അതൊരു കാഴ്ചയാണ്, ഒരു ഭംഗിയേറിയ കാഴ്ച. ഉയരം കൂടിയ മരത്തിൻ്റെ നെറുകയിലുള്ള ചില്ലയിലിരുന്ന് ശബ്ദമുണ്ടാക്കിയ പേരറിയ കിളികൾ മറ്റൊരു പ്രത്യേകതയാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും രാത്രിക്ക് ഏറെ ഇഷ്ടം ഭാരതിൻ്റെ കിഴക്കേ വശത്തെ വലിയ അരയാലിൻ്റെ ചുവട്ടിൽ അതിൻ്റെ കൂറ്റൻ വേരുകളിൽ ചാരിയിരുന്ന് സ്വപ്നം കാണുവാനാണ്. ആഹാ, റീതുമോൾ ഇപ്പോൾ വന്നു. ആശുപത്രിയിൽ രാത്രിക്കിപ്പോൾ എങ്ങനെയുണ്ട്? പിന്നിൽ നിന്നും കേട്ട ആ സ്വരത്തിൻ്റെ ഉടമയെ തിരിച്ചു നോക്കാതെ തന്നെ ഋതികയ്ക്ക് മനസ്സിലായിരുന്നു. രേണുവേച്ചി, രാത്രിച്ചിക്കിപ്പോൾ കുറവുണ്ട്. ചേച്ചി രാവിലെ അമ്പലത്തിൽ പോയോ? ഓവ് കുഞ്ഞെ. അവരുടെ വേഷവും നെറ്റിയിലെ ചന്ദനക്കുറിയും കണ്ടതുകൊണ്ടാണ് ഋതിക അങ്ങനെ ചോദിച്ചത്. ചേച്ചി, രാത്രിയുടെ മുറിയൊന്നും വൃത്തിയാക്കണം. വൃത്തിയാക്കാം കുഞ്ഞെ. അതും പറഞ്ഞുകൊണ്ടവർ അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറി. അടുക്കളയോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് രേണുവിൻ്റെ താമസം. വീട്ടിലെ ജോലിക്കാർ ഉമ്മറം വഴി അകത്തേക്ക് കയറുന്നത് കൃഷ്ണമേനോന് ഇഷ്ടമല്ല. അയാളുടെ വൃത്തികെട്ട ഇഷ്ടക്കേടുകൾ ഓർക്കെ ഋതികയുടെ മനസ്സിൽ ദേഷ്യം പതഞ്ഞു പൊങ്ങി. അവൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് അല്പസമയം അടുക്കളയിൽ തന്നെ നിന്നു. പിന്നെ പതിയെ രേണുവിനോട് സംസാരിച്ചു. അവൾക്ക് അറിയേണ്ടതൊക്കെയും അതിത്രയെക്കുറിച്ചാണ്. രേണു അതിത്രയെ എന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ തൻ്റെ അമ്മ ശാരിയയ്ക്ക് അറിയാവുന്നതിലും കൂടുതൽ രേണുവച്ചിക്ക് കാര്യങ്ങൾ അറിയാം. അമ്മ പലതും പുറത്തു പറയാറില്ല. മുത്തച്ഛനെ പേടിച്ചാണ് പറയാത്തത്. രേണുവച്ചി, എന്താ മോളെ? അധികം വളച്ചു കെട്ടാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താത്തർച്ചയ്ക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല കുഞ്ഞെ. ദേവീത എന്നോട് മോൾ ഇതേപ്പറ്റി ഒന്നും ചോദിക്കല്ല. എനിക്ക് അന്നം തരുന്ന വീടാ. ഇവിടുത്തെ പറ്റി അറിയാതെ പോലും ഞാനൊന്നും പറയില്ല കുഞ്ഞെ. ഓഹോ, അപ്പോൾ പറയാൻ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് സാരം. പൊടി തന്നെ രേണു മുഖം വെട്ടിച്ചു. ഓക്കെ, ചേച്ചി ഒന്നും പറയണ്ട. രാത്രി എങ്ങനെയാ അത് പറ. രേണു ഋതികയെ സംശയം നിറച്ച മിഴികളോടെ ഉറ്റുനോക്കി. ശേഷം പതിയെ പറഞ്ഞു തുടങ്ങി. നല്ലൊരു മോളാ അത്. ഞങ്ങൾ ജോലിക്കാരോടും പുറംപണിക്കാരോടും ഒക്കെ അതിന് വല്ലാത്ത സ്നേഹ. ഞങ്ങളുടെ കൂടെ തമാശ പറയുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും. വലിയ വീട്ടിലെ കൊച്ചാന്ന് ഒരു പാവവും അതിനില്ല. അതിന് നല്ലൊരു മനസ്സുണ്ട്. അനിത കുഞ്ഞിൻ്റെ സ്വഭാവമാ. ഇന്നാളൊരിക്കലേ എൻ്റെ കൊച്ചിന് വയ്യാണ്ടായി. വീട്ടിൽ വരെ പൊക്കോട്ടെ എന്ന് വാരത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അന്ന് ആരും അറിയാതെ രാത്രി കുഞ്ഞാ
വീട്ടിൽ പോയി എൻ്റെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിന് മരുന്ന് വാങ്ങിക്കൊടുത്തത്. അല്ലാതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ താത്രിമോള് വന്ന് പൈസ തരാറുണ്ട്, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാൻ. നല്ല തങ്കപ്പെട്ടൊരു മനസ്സാ അതിൻ്റേത്. പാവം, അതിന് ഈ ഗതി വന്നല്ലോ. താത്രിയോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ? എന്നിട്ടാണോ താത്രിക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയാതിരുന്നത്? അത് പിന്നെ കുഞ്ഞെ, അതിനങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വാരിത്തദ്ദേഹവുമായി ഇടയ്ക്കെല്ലാം വഴക്കുണ്ടാക്കും. ഒരുപാട് തവണ ഞാനത് കേട്ടിട്ടുമുണ്ട്. ഒരിക്കൽ ഇവിടുത്തെ മരിച്ചുപോയ മുത്തശ്ശിയുടെ പേരിലുള്ള സ്കൂളില്ലേ ടൗണിലുള്ളത്? ഏത്? വിലാസിനി മെമ്മോറിയൽ പബ്ലിക് സ്കൂളോ? അത് തന്നെ. അവിടെ ജോലി ശരിയാക്കിയുണ്ട് പോയി അവിടെ ചേരണമെന്ന് പറഞ്ഞ് ഒരു വഴക്ക് നടന്നു. അന്ന് ആ കുട്ടി ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചു. ഭാരതദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു. അന്ന് അദ്ദേഹം ആ കുട്ടിയെ കൈനിവർത്തി അടിച്ചു. അന്ന് രാത്രിയിലാ താത്രിമോൾ ആദ്യമായിട്ട് ഞരമ്പ് മുറിക്കുന്നേ. പൊടുന്നനെ ഹൃതികയിലൊരു ഞെട്ടലുണ്ടായി. അറിയാതെ നാവിൻ മുമ്പിൽ നിന്നും വഴുതിപ്പോയ വാക്കുകളോർത്ത് തരിച്ചു നിൽക്കുകയായിരുന്നു രേണു. ഋതിക വന്നിട്ട് രേണുവിൻ്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു. എന്താ പറഞ്ഞത്? രാത്രി ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കുഞ്ഞെ, അത് ഞാൻ അറിയാതെ. വാർത്തദ്ദേഹം അറിഞ്ഞ് എൻ്റെ കുടുംബം ഇല്ലാതാക്കും. കുഞ്ഞിനെ നിർബന്ധിക്കല്ലേ. അത് പറയുമ്പോൾ അവർ കരയുകയാണ്. ചേച്ചി, എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറയൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ മുത്തശ്ശനെ കൊണ്ട് പറയിക്കും. മുത്തശ്ശൻ ഇതറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് അറിയാലോ. അവിവേകം ഒന്നും പറയല്ലേ കുഞ്ഞെ. ഞാൻ എല്ലാം പറയാം. എങ്കിൽ പറയാം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ ഇതൊരിക്കലും ഞാൻ അറിഞ്ഞതായി മുത്തശ്ശൻ അറിയില്ല. അന്ന് അതിൻ്റെ പേരിൽ വാർത്തദ്ദേഹം താത്രിമോളെ തല്ലി. അന്ന് ആ കുട്ടി ഭക്ഷണം പോലും കഴിക്കാതെയാ കിടന്നേ. ശാരിക്കുഞ്ഞ് ഒരുപാട് വിളിച്ചിട്ടും വന്നില്ല. അന്ന് രാത്രി ഒരു 10-10:30 താത്രിമോളുടെ മുറിയിൽ ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അദ്ദേഹം, ശാരിക്കുഞ്ഞും രഞ്ജിത് സാറും അവിടെ ഉണ്ടായിരുന്നു. ഗ്ലാസ്സിലുണ്ടാക്കിയ അലമാരി ആ മുറിയിലുണ്ടായിരുന്നു. അത് മറിഞ്ഞ് താഴെ വീണ് ചിന്നിച്ചിതറിക്കിടക്കുന്നു. പക്ഷെ താത്രിക്കുട്ടി കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അന്ന് ഞാൻ കണ്ടതാ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ചെറുതായി ചോര പൊടിഞ്ഞത്. മോളേന്ന് വിളിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. അദ്ദേഹം എന്നെ തടഞ്ഞു. പിന്നെ കുറേ ദേഷ്യപ്പെട്ടു. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞു. അതിനുശേഷം ഒരു കാറിൽ 2-3 പേരിവിടെ വന്നു. ഡോക്ടർമാരാണെന്ന് എനിക്ക് തോന്നിയേ. അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞ ഞാൻ താത്രിമോളെ കണ്ടത്. ഭക്ഷണം എല്ലാം ശാരിക്കുഞ്ഞായിരുന്നു കൊണ്ടു കൊടുത്തത്. പിറ്റേ ദിവസം സുമിത്ര പാല് തരാൻ വന്നപ്പോൾ ഇതറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണുപോയി. അത് കേട്ടുവന്ന ശാരിക്കുഞ്ഞെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരാളും ഇതറിയരുതെന്നും അനിതക്കുഞ്ഞ് ഒരു കാരണവശാലും അറിയരുതെന്നും തറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം ഇന്നലെയാണ് ഞാൻ വീണ്ടും താത്രിമോളെ അങ്ങനൊരവസ്ഥയിൽ കാണുന്നത്. ഇത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ. മോളിതൊന്നും ആരോടും പറയരുത്. അദ്ദേഹം അറിഞ്ഞാൽ എൻ്റെ കുടുംബം ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാൻ നോക്കും. അങ്ങനൊന്നും സംഭവിച്ചാൽ പിന്നെ ഞാനും എൻ്റെ പിള്ളേരും ജീവനോടെ കാണത്തില്ല. നിറഞ്ഞൊഴുകി അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഋതു പതിയെ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട. ഞാൻ വഴി ഇതൊന്നും ആരും അറിയത്തില്ല. താത്രിയെപ്പോലെ തന്നെ കണ്ടാൽ മതി എന്നെ. അതും പറഞ്ഞവൾ പുറത്തേക്കിറങ്ങി. ഋതുവാണെങ്കിൽ കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അവളുടെ ഉള്ളിൽ പിന്നെയും പലതും പുകഞ്ഞു തുടങ്ങി. അവൾ ധൃതിയിൽ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. ചേച്ചി, താത്രി ചേച്ചിക്ക് പ്രണയം വല്ലതും ഉണ്ടായിരുന്നോ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഇല്ല കുഞ്ഞെ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ. ഋതു വേഗം ഫോണെടുത്ത് വിഘ്നേഷിനെ വിളിച്ചു. അവനെ ഒന്ന് കാണണമെന്ന് മാത്രം പറഞ്ഞു. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണത്താൽ വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും വഴി കാണാമെന്നും പറഞ്ഞു. അവൻ പറഞ്ഞ പ്രകാരം വൈകിട്ട് 5 മണിയായപ്പോൾ അവരിരുവരും കണ്ടുമുട്ടി. രേണുക എന്നി നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഋതു അവനോട് പങ്കുവച്ചു. തൻ്റെ കുടുംബക്കാരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? ആ ചോദ്യത്തിൽ അവൻ്റെ മുഴുവൻ അമർഷവും ചേർന്നിരുന്നു. എന്ത് ചെയ്യാനാ ഡോക്ടർ? ജീവനേക്കാളും ബന്ധത്തെക്കാളും വലുത് അഭിമാനമാണെന്ന് കരുതുന്ന കുറച്ച് ജന്മങ്ങളാണ് ആ വീട്ടിലുള്ളത്. ഇതിനൊക്കെ ഞാൻ എന്തു പറയാനാ? ഇനി നമുക്കറിയാനുള്ളത് ആ ലെറ്ററിനെ കുറിച്ചാണ്. അതിൻ്റെ സത്യാവസ്ഥ ഒരുപക്ഷെ താത്രിക്ക് മാത്രമേ അറിയാൻ കഴിയൂ. എങ്കിലും താത്രിയുടെ ആത്മഹത്യാശ്രമം ഇനിയൊരു പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിൽ ചെയ്തു പോയതാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷെ പല കാര്യങ്ങളെയും പക്വതയോടുകൂടി നേരിടുന്ന ചേച്ചി
ഇത്ര ചെറിയൊരു കാര്യത്തിന് സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കുമോ? തിരിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോഴേലും അവരിരുവരുടെയും ചിന്താമണ്ഡലത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വിചാരങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഐസിയുവിന് മുന്നിൽ കരഞ്ഞു തളർന്ന് അനിതയിരിക്കുന്നുണ്ട്. അവരുടെ മുടിയിഴകൾ പാറിപ്പറന്നിരുന്നു. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. അവർക്ക് തൊട്ടരികിൽ തന്നെ ആ വീട്ടിലെ മറ്റെല്ലാ അംഗങ്ങളും ഉണ്ട്. ഋതു ചെന്ന് അനിതയുടെ തലമുടിയിഴകളിൽ പതിയെ തലോടി. മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച ഒരേങ്ങൽ പൊടുന്നനെ പുറത്തു വന്നു. നിയന്ത്രണം വിട്ടവർ പൊട്ടിക്കരഞ്ഞു. നിസ്സഹായായൊരു അമ്മയുടെ തേങ്ങൽ. ഋതികയുടെ ഉള്ളു പൊള്ളിച്ചു. അവരൊന്ന് പെയ്തൊഴിയട്ടെ എന്ന് അവളും കരുതി. അപ്പോഴായിരുന്നു ഒരു നേഴ്സ് പുറത്തേക്ക് വന്നത്. അതിഥി സംസാരിച്ചു. അത്രമാത്രം പറഞ്ഞ ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഡോക്ടർ പറയൂന്ന് പറഞ്ഞ് അവർ തിരികെ അകത്തേക്ക് കയറിപ്പോയി. അതിനു പിന്നാലെ തന്നെ ഡോക്ടർ വിഘ്നേഷ് അവർക്കരികിലേക്ക് നടന്നെടുത്തു. ഐസുവിന് മുൻപിൽ നിന്ന് വാരത്തുള്ള ഓരോ മുഖങ്ങളിലും പലവിധ ഭാവങ്ങൾ. രഞ്ജിത്തിൻ്റെ ശാരീരികം സന്തോഷമാണെങ്കിൽ മുത്തച്ഛന് ദേഷ്യം. ശരത്തിൻ്റെ മുഖത്ത് എന്തിനോ വേണ്ടിയൊരു ആശങ്ക. അനിതയാണെങ്കിൽ കണ്ണു നിറച്ച് അങ്ങനെ നിന്നു. ഇതിലാരാണ് ആദിത്രയുടെ അമ്മ? ഞാനാണ് ഡോക്ടർ. തേങ്ങൽ ഒതുക്കി പിടിച്ചൊരു സ്വരം അവിടെ നിന്ന് ഉയർന്നു വന്നു. നിങ്ങളെ കാണണമെന്നാണ് ആ കുട്ടി ബോധം വന്നപ്പോൾ ആദ്യം പറഞ്ഞത്. കയറി കണ്ടോളൂ. ഐസിയു ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയ അനിതയ്ക്കൊപ്പം ശരത്തും ചേർന്നു. പൊടി തന്നെ ശരത്തിനെ കണ്ടതും വിഘ്നേഷിൻ്റെ മുഖത്തൊരു ചോദ്യം ഉയർന്നു. ഇതാരാണ്? ഞാൻ അതിത്രയുടെ അച്ഛനാണ്. പക്ഷേ ആ കുട്ടി അമ്മയെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പേഷ്യൻ്റ് പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനാകൂ. സോ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. വിഘ്നേഷ് അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു. കൃഷ്ണമേനോൻ്റെ പകയുടെയും പ്രതികാരത്തിൻ്റെയും മേൽ ദേഷ്യത്തിൻ്റെ ചുടുകാറ്റ് ആഞ്ഞു വീശി. അയാളുടെ ഉള്ളിലെ കനൽ അഗ്നിഗോളമായി. അതങ്ങനെ ആളിക്കത്തി. അനിത പൈതിയെ ഐസുവിനുള്ളിലേക്ക് നടന്നു. അവിടെ ഒരു ബെഡിൽ അതിത്രയുണ്ടായിരുന്നു. വിടർന്നു തീരും മുൻപേ കൊഴിയാൻ വിധിക്കപ്പെട്ടൊരു കുറിഞ്ഞി പൂവിനെ പോലെയായിരുന്നു അവൾ. തളർന്നു പോയിരുന്നു അതിത്രി. 2 ദിവസത്തെ ആശുപത്രിവാസം തളർത്തിക്കളഞ്ഞിരുന്നവളെ. പണ്ടത്തെ അതിത്രി ഇങ്ങനൊന്നും അല്ലായിരുന്നു. ബോൾഡായിരുന്നു. തൻ്റേതായ നിലപാടുകളും ഉറച്ച തീരുമാനങ്ങളും ഉണ്ടായിരുന്നു അവൾക്ക്. തൻ്റെ ന്യായമായ ആവശ്യങ്ങൾ ആർക്കു മുന്നിലും വാദിച്ച് നേടിയെടുത്തവൾ. ആരെയും ഭയക്കാത്തൊരു പെൺകുട്ടി. തൻ്റെ അഭിമാനമായിരുന്നവൾ. ഓർമ്മകളെ ഉള്ളിൽ തന്നെ ഉറക്കിക്കിടത്തിക്കൊണ്ട് അനിത അതിത്രിക്കരികിൽ ചെന്നിരുന്നു. ക്യാനിൽ കുത്തിയിട്ടിരുന്ന അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ തടവി. കയ്യിൽ പതിഞ്ഞ് തണുപ്പറിഞ്ഞതുപോലെ അതിത്രി മെല്ലെ മിഴികൾ തുറന്നു. ഒരു വേള അനിതയെ കൺമുമ്പിൽ കണ്ടതും ആ മിഴിയണകൾ നിറഞ്ഞു കവിഞ്ഞു. കൺതടങ്ങളുടെ തടയണകളെ ഭേദിച്ച് കൺകോണിലൂടെ തുള്ളികൾ ഒഴുകിയിറങ്ങി. അനിത കൈനീട്ടി അത് തുടച്ചു. അമ്മ എന്നു അവൾ വിളിച്ചു. ചിലമ്പിച്ചു പോയിരുന്നു അതിത്രിയുടെ സ്വരം. പിന്നെയും അവൾ എന്തോ പറയുവാനായി വാ തുറന്നു. അനിത അവളെ വിലക്കി. വേണ്ട, ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട. ദൈവാനുഗ്രഹത്താ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. അമ്മ ഒന്നും ചോദിച്ച് മോളെ വിഷമിപ്പിക്കില്ല. എൻ്റെ മോള് കണ്ണു തുറന്ന് എന്നെ ഒന്ന് കണ്ടല്ലോ, അമ്മയൊന്ന് വിളിച്ചല്ലോ, അത് മതി എനിക്ക്. അതിത്രി കണ്ണു നിറച്ച് ചുവരിലേക്ക് ദൃഷ്ടിയൂന്നി ഒരേ കിടപ്പ് കിടന്നു. എന്നാലും ഇങ്ങനൊരു കയ്യബദ്ധം ചെയ്യും മുമ്പ് മോൾ എൻ്റെ മുഖം പോലും ഒന്നും ഓർത്തില്ലല്ലോ. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയുണ്ടെന്ന് നീ ഓർത്തില്ലല്ലോ. നീ ഇല്ലാതായാൽ ആ നിമിഷം ഞാനും ഈ ഭൂമിയിൽ നിന്നങ്ങ് പോകുമെന്ന് നീ മറന്നുപോയില്ലേ? അതിത്രി കണ്ണു ചരിച്ച് അനിതയെ നോക്കി. കരയുകയായിരുന്നു അവർ. നീ ഇല്ലാത്തൊരു നിമിഷം അമ്മയ്ക്ക് പറ്റില്ല മോളെ. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുൻപിൽ ജീവൻ ഉപേക്ഷിച്ച് എന്നേക്കുമായി ഓടി ഒളിക്കാൻ മാത്രം വീരുമല്ല അതിത്രി. നിന്റെ കയ്യിലെ ഈ മുറിപ്പാട്. അവളുടെ വാക്കുകളിൽ അവിശ്വസനീയത തളം കെട്ടി. ഇതൊരിക്കലും എൻ്റെ കൈകൊണ്ട് സംഭവിച്ചതല്ല. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. നീ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അനിതയുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി ദ്രുതഗതിയിൽ വിരിഞ്ഞത് അപ്രത്യക്ഷമായി. പഴയ അതിത്രിയുടെ തിരിച്ചുവരവ്. ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാത്ത അതിത്രി. അവർ മനസ്സിൽ മൗനമായി മന്ത്രിച്ചു. ശേഷം അതിത്രിയെ നോക്കി.
പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച മട്ടിൽ കണ്ണുകളടച്ച് കിടക്കുകയാണവൾ. ആശങ്കയുടെ അഗാധമായ ചുഴിയിൽ താഴ്ന്നുപോയ മനസ്സിനെ തിരികെ കൊണ്ടുവന്ന് നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന ഉറച്ച കാൽവയ്പോടു കൂടിയായിരുന്നു അനിത ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് വേണം കേട്ടോ.